ജബ എന്ന പേരുള്ള സഹോദരി പ്രാർത്ഥിച്ചു. ജബ എന്ന പേരുള്ള സഹോദരി ജപിங்க. ആ പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. அந்த பேர்ல யாராவது இருந்தீங்கன்னா தேவ சமூகத்துல எழும்பி நில்லுங்க. ജബ ഫ്രണ്ട് ஜெப வாங்க, முன்னாடி வாங்க, குடும்பத்தோடு வாங்க. പ്രാർത്ഥിച്ചു. ചാൾസ് ആരാണ്? ചാൾസ് யாரு? ചാൾസ് എന്ന പേരുള്ള വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ചാൾസ് എന്ന പേരുള്ള நம்மளுடைய குடும்பத்துல இருந்து யாராவது வந்தா நீங்க தேவ சமூகத்துல முன்னாடி வாங்க. യെസ്, പ്രാർത്ഥിച്ചു. ஜெபிங்க. ഇന്ന് രാത്രി അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. இந்த இரவில் அசாதாரணமான காரியங்களை தேவன் செய்ய போகிறார். മഹിമ ആരാണ്? மகிமா யாரு? மகிமா முன்னாடி வாங்க. ஜீசஸ், ஹalleluya. മഹിമ ஓடி வாங்க, முன்னாடி ஓடி வாங்க மகளே. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണ കാര്യങ്ങൾ സംഭവിക്കട്ടെ. இந்த இரவில் அசாதாரணமான காரியங்கள் நடப்பதாக. പ്രാർത്ഥിച്ച് ஜெபிங்க. ஜெபிங்க. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അവനെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. മകനെ, പരിശുദ്ധ ആവിയാനവർ എന്നോട് சொல்கிறார், ഇന്ന് രാത്രി അസാധാരണമായ ഒരു കാര്യം നിന്റെ മേൽ നടക്കാൻ പോവാ. നിരവധി അസാധാരണമായ കാര്യങ്ങൾ ഉങ്ങ മേലെ നടക്ക പോകുന്നത്. 4 മാസമായി, 4 മാதங்களாய் ജോലിയില്ലാതെ, വേലയില്ലാமல், കമ്പനി തകർക്കപ്പെട്ട്, കമ്പനി ഉടയ്ക്കപ്പെട്ട നിലയിൽ, വേലയില്ലാതെ നീ ആയിരിക്കുമ്പോൾ, വേലയില്ലാமல் നിങ്ങൾ இருக்கும்போது, ഇന്ന് രാത്രി இந்த இரவிலே നിന്റെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോകുന്നു എന്ന്, உங்க வாழ்க்கையே கர்த்தர் மாற்ற போகிறார் என்று ഈ ആരാധന കഴിയുമ്പോൾ, இந்த ஆராதனை முடியும் போது, അടുത്തൊരു കമ്പനിയിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിന്റെ കയ്യിൽ വരും. അടുത്ത ഒരു കമ്പനിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉங்க கையில നിന്നെ വരും. ഞാൻ ഒരു മാനേജർ കസേരയിൽ ഇരുത്തുമെന്ന്, ഉன்னை நான் ഒരു മാനേജർ നാற்കാലിയിൽ ഉட்கார பண்ணுவேன் என்று. നീ ഇപ്പോൾ എങ്ങനെ ദൈവസഭയിൽ വിശ്വസ്തനായിരിക്കുന്നു? இப்போ எப்படி தேவ சமூகத்தில் உண்மை உள்ளவராய் இருக்கிறாயோ, വലത്തോട്ടോ ഇടത്തോട്ടോ ചലിക്കാതെ, വലതു പക്കത്തമോ ഇടതു പക്കമോ തിരുമാமல் ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഇരിക്കുകയാണെങ്കിൽ, தேவ சமூகத்தில் உண்மை உள்ளவராய் இருப்பாய் என்றால், ഈ തിരുപ്പൂരിൽ, ഈ സഭയിൽ, இந்த திருப்பூரில், இந்த சபையில் ഞാൻ എന്റെ സാക്ഷിയായി മാറ്റുമെന്ന്, நான் உன்னை என் சாட்சியாய் மாற்றுவேன் என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി ആലോചന അറിയിക്കുന്നു. சேனையில் கர்த்தர் இந்த இரவிலே தீர்க்க தரிசனமாய் சொல்கிறார். കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച്, கரங்களை തട്ടി தேவனை துதிப்போம். ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി, ஒரு அசாதாரணமான தேவ கிரியை ഈ കുടുംബത്തിനകത്ത് വെളിപ്പെടുകയാണ്. இந்த குடும்பத்துக்குள்ள வெளிப்படுகிறது. മഹിമ എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ മേൽ ദൈവശക്തി ഇറങ്ങാം. மகிமா என்ற பிள்ளையின் மேல் தேவ வல்லமை இறங்க போகிறது. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. സയന്റിഫിക്കൽ മേഖലകളിൽ, சயின்டிபிக் அமேன், அந்த ஒரு நிலையில் ഇവള് ഡോക്ടറേറ്റ് എടുക്കും. இந்த மகள் அறிவியல் நிலையில டாக்டரேட் നിന്റെ ഉദരത്തിനകത്ത് വച്ച്, உங்க கருவிலே, கர்ப்பத்திலே வைத்து, ഡോക്ടർ ഈ കുഞ്ഞിനെ തരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, மருத்துவர்கள் இந்த பிள்ளை கிடைக்காது, இது வராது என்று சொன்ன இடத்துல, മെഡിക്കൽ സയൻസ് നിനക്കെതിരെ ഓപ്പോസിറ്റ് വിധി എഴുതിയ സ്ഥാനത്ത്, மருத்துவ அறிவியல் உங்களுக்கு விரோதமாய் ரிப்போர்ட் எழுதின இடத்துல, ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവം ഒരു വിധി എഴുതി. இந்த பிள்ளையை குறித்து தேவன் ஒரு திட்டத்தை எழுதினார். അത് പ്രകാരം, அந்த பிரகாரமாய் ഈ കുഞ്ഞ് ദൈവത്തിന്റെ പ്രോജക്റ്റ് എത്രയെന്ന്, இந்த பிள்ளை தேவனுடைய ப்ராஜெக்ட் என்று, ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ, இந்த ப்ராஜெக்ட் என்று சொல்லும்போது, നീ നടത്തുന്ന പ്രസ്സിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. நீங்க நடத்துகிற அந்த பிரஸ்க்குள்ள പ്രസ്സിൽ വേല ചെയ്യുന്ന നിന്റെ ഹസ്ബൻഡിന്റെ മേലെ, பிரஸ்ல வேலை செய்கிற உங்க கணவன் மேலே ഒരു ഉയർച്ച ദൈവം തരാൻ പോകുന്നു എന്ന്, ஒரு உயர்வை தேவன் தரப்போகிறார் என்று നല്ലവണ്ണം പ്രാർത്ഥിച്ചു. மகளே, நீங்க நல்ல முறையில் ஜெபிங்க. ഫിനാൻഷ്യൽ മേഖലകളിൽ பொருளாதார நிலையில் നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന உங்களை ஒதுக்க நினைக்கிற എല്ലാ പൈശാചിക വ്യാപാരങ്ങളും, எல்லா பிசாசின் கிரியைகளையும் ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റുന്നു എന്ന്, இந்த இரவிலே கர்த்தர் அவிழ்த்து மாற்றுகிறார் என்று പരിശുദ്ധാത്മാവ് ഈ രാത്രി ആലോചന അറിയിക്കുന്നു. பரிசுத்த ஆவியானவர் இந்த இரவிலே தீர்க்க தரிசனமாய் சொல்கிறார். മോളെ ജെബ, மகளே ஜெபா, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, பரிசுத்த ஆவியானவர் என்னோடு சொல்கிறார், നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ, உனக்கு புத்தி இல்லை என்று சொன்னவர்கள் நடுவிலே, നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ, உங்களை ஒதுக்கி வைத்தவர்கள் நடுவிலே, നിനക്ക് ടഫായിട്ടുള്ള സകല സബ്ജക്റ്റിന്റെ മേലും, உனக்கு டஃபாய் கடினமா இருக்கக்கூடிய சகல சப்ஜெக்ட் மேலையும், എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, என்னால படிக்க முடியாது, എനിക്ക് മുന്നോട്ട് പോകാൻ என்னால പറ്റത്തില്ല முன்னேற முடியாது എന്ന് പറയുന്ന என்று சொல்லுகிற വിഷയത്തിനകത്ത് காரியத்துக்குள்ள ദൈവിക ജ്ഞാനം നിന്റെ മേൽ വെളിപ്പെടും. தெய்வீக ஞானம் உனக்கு மேல வெளிப்பட போகிறது. ഈ കാരണം உன் நிமித்தமாய் നിന്റെ കുടുംബത്തിലെ മാന്യത നിലനിർത്തും. ஓ, உங்க குடும்பத்தினுடையதான மரியாதை நிலை நிற்கும். നിന്റെ കുടുംബത്തിലെ സകല കഷ്ടതകളെയും, உங்க குடும்பத்தில் உள்ள சகல கஷ்டங்களையும், സകല കണ്ണുനീരുകളെയും, சகல கண்ணீரையும் തുടയ്ക്കുവാൻ തക്കവണ്ണം துடைத்து மாற்றத்தக்கதா ദൈവത്തിന്റെ കരുണ, தேவனுடைய கருணை, ദൈവത്തിന്റെ പ്രസാദം தேவனுடையதான அந்த பிரியம்
നിന്റെ മേൽ വെളിപ്പെട്ട് വരുന്നു എന്ന് உங்க மேல வெளிப்பட்டு வருகிறது என்று സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി ആലോചന അറിയിച്ചു. சேனைகளின் கர்த்தர் இந்த இரவில தீர்க்க தரிசனமாய் சொல்கிறார். നമ്മളെ ദൈവത്തിനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. மகளே தேவ சமூகத்துல நல்ல முறையில் ഒരു ஜெபிக்க. എസ്തേറിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ஒரு எஸ்தரை போல ஜெபிக்க நீ ஆயத்தமானால் ഈ സഭയിൽ இந்த சபையில் ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും മാനിക്കുമെന്ന് நான் உன்னையும் உன் குடும்பத்தையும் கனம் பண்ணுவேன் என்று ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. தேவ ஆவியானவர் தீர்க்க தரிசனமாய் சொல்கிறார். കരങ്ങളെ ശക്തിയോടെ അടിച്ച് கரங்களை பலமாய் தட்டி ഹല്ലേലൂയ ஹalleluya